നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരബന്ധത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു രാജ്യം ഭരിക്കുന്നത്, അല്ലേ? അപ്പോ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഇത്രയും വലുപ്പവും വൈവിധ്യവുമുള്ളൊരു രാജ്യത്ത് എങ്ങനെയാണ് അധികാരം പങ്കുവെക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിടക്കുന്നത് കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വളരെ സങ്കീർണമായൊരു ബന്ധത്തിലാണ്. അപ്പോൾ ഈ ബന്ധം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 3 പ്രധാനപ്പെട്ട മേഖലകളിലേക്കാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനം, പിന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുകഴിഞ്ഞ് ആ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നത്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്നത്. അവസാനം ഇതെല്ലാം എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നതെന്നും നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ അധികാര വിഭജനത്തിന്റെയൊക്കെ അടിസ്ഥാനമെന്താണ്? ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. അതായത് നമ്മുടെ രാജ്യം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഭരണഘടന വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിയമം, ഭരണം, പിന്നെ പണം, ഈ 3 കാര്യങ്ങളിലും അധികാരങ്ങൾ കൃത്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതാണ് ഈ ബന്ധത്തിന്റെ അടിത്തറ. അപ്പോൾ നമുക്ക് ആദ്യത്തെ രംഗത്തേക്ക് പോകാം. നിയമനിർമ്മാണം. ആർക്കാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരം? ഇതാണ് പ്രധാന ചോദ്യം. ഭരണഘടനയുടെ 245 മുതൽ 255 വരെയുള്ള ആർട്ടിക്കിളുകൾ മുഴുവനും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാര വിഭജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളാണ്. സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ ലളിതമാക്കുന്നത് ഈ ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂൾ അനുസരിച്ച് നിയമമുണ്ടാക്കാനുള്ള വിഷയങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ, പ്രതിരോധം, വിദേശകാര്യം, ഇതൊക്കെ രാജ്യത്തിന് മൊത്തത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ. അതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്, അതായത് യൂണിയൻ ലിസ്റ്റിൽ. ഇനി പോലീസ്, കൃഷി, ഇതൊക്കെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക കാര്യങ്ങളാണ്, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. പിന്നെ വിദ്യാഭ്യാസം, വനം, ഇതൊക്കെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താവും? അത് കൺകറന്റ് ലിസ്റ്റ്, അതായത് ഒരു പൊതു ലിസ്റ്റിൽ വരും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം. ഈ പൊതു ലിസ്റ്റിലുള്ള വിഷയത്തിൽ, അതായത് കൺകറന്റ് ലിസ്റ്റിൽ, കേന്ദ്രവും സംസ്ഥാനവും നിയമമുണ്ടാക്കിയാൽ ഒരു തർക്കം വരില്ലേ? അവിടെയാണ് ഭരണഘടന വളരെ വ്യക്തമായൊരു ഉത്തരം തരുന്നത്. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ കേന്ദ്രത്തിന്റെ നിയമത്തിനായിരിക്കും മുൻതൂക്കം. അതുപോലെ ഈ 3 ലിസ്റ്റിലും പെടാത്ത എന്തെങ്കിലും പുതിയ വിഷയം വന്നാൽ അതിൽ നിയമമുണ്ടാക്കാനുള്ള അധികാരവും കേന്ദ്രത്തിനായിരിക്കും. ഇനി സാധാരണയായി സംസ്ഥാനത്തിന്റെ അധികാരത്തിലുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? പറ്റും, പക്ഷേ ചില അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം. ഉദാഹരണത്തിന്, രാജ്യത്തൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുവായ താൽപര്യം സംരക്ഷിക്കാൻ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കിയാൽ, അങ്ങനെയുള്ള 5 പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിലും പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ കണ്ടു. പക്ഷേ നിയമങ്ങൾ വെറും കടലാസിലെ വാക്കുകളല്ലേ? അതെങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നത്? അതാണ് നമ്മുടെ രണ്ടാമത്തെ രംഗം, ഭരണം. ഇവിടെ ഭരണപരമായ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട്. കേന്ദ്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഓരോ സംസ്ഥാനവും ഉറപ്പാക്കണം. അപ്പോ ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭരണപരമായ ഏകോപനം എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? അവിടെയാണ് അഖിലേന്ത്യാ സർവീസുകൾക്ക്, അതായത് IAS, IPS പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രധാന റോള് വരുന്നത്. ഇവരെ നിയമിക്കുന്നത് കേന്ദ്രമാണെങ്കിലും അവർ പ്രവർത്തിക്കുന്നത് സംസ്ഥാനങ്ങളിലാണ്. ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം രാജ്യത്തുടനീളം ഭരണത്തിലൊരു ഏകീകൃത നിലവാരം ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം നിയമമായി, ഭരണവുമായി, ഇനി നമുക്ക് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രംഗത്തേക്ക് പോകാം. പണത്തിന്റെ കാര്യം, അതായത് സാമ്പത്തിക അധികാരങ്ങൾ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്? നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് കുറച്ചുകൂടി മുൻതൂക്കമുണ്ടെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട നികുതികൾ പിരിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നികുതികളുണ്ട്. പിന്നെ GST പോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുമിച്ചുള്ളവയുമുണ്ട്. ഇനി ഈ ലിസ്റ്റുകളിലൊന്നും പെടാത്ത ഏതെങ്കിലും ഒരു പുതിയ നികുതി വന്നാൽ അതും കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് കൂടുതൽ നികുതി വരുമാനം കിട്ടുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ പണം വേണ്ടേ? ഈ സാമ്പത്തിക ബന്ധം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്?
അവിടെയാണ് ധനകാര്യ കമ്മീഷൻ അഥവാ ഫിനാൻസ് കമ്മീഷൻ ഒരു റെഫറിയുടെ റോളിൽ വരുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും നിയമിക്കുന്ന ഈ ഭരണഘടനാ സ്ഥാപനമാണ് രാജ്യത്തിന് കിട്ടുന്ന മൊത്തം നികുതി വരുമാനം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എങ്ങനെ വേദിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ സന്തുലന ചക്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. അപ്പോൾ നിയമം, ഭരണം, പണം ഈ 3 മേഖലകളിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും എങ്ങനെയാണ് അധികാരം പങ്കുവെക്കുന്നതെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ ബന്ധം എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നാണോ? അല്ല, ഇത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതൊരു അനന്തമായ സന്തുലന ശ്രമം പോലെയാണ്. അതായത് ഈ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും സഹകരണവും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണവും വർദ്ധിപ്പിക്കാനും വേണ്ടി കാലാകാലങ്ങളിൽ പല കമ്മീഷനുകളെയും കമ്മിറ്റികളെയും നിയമിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ കല്ലിൽ കൊത്തിയതല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിന്റെ തെളിവാണിത്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ ബന്ധം പുനഃപരിശോധിക്കാൻ നിയമിച്ച പല കമ്മീഷനുകളെയും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1983 വന്ന സർക്കാരിയ കമ്മീഷൻ. അവരുടെ റിപ്പോർട്ടിൽ ഒരുപാട് ശുപാർശകളുണ്ടായിരുന്നു. പിന്നീട് 2007 പുഞ്ചി കമ്മീഷൻ വന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ നോക്കിക്കാണാനായിരുന്നു അവരുടെ ശ്രമം. ഇവയെല്ലാം ഈ ബന്ധത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഒരു വശത്ത് രാജ്യത്തിന്റെ ഐക്യം, അത് വളരെ പ്രധാനമാണ്. മറുവശത്ത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണവും ആവശ്യമാണ്. ഇവ രണ്ടും തമ്മിലുള്ള ഒരു നിരന്തരമായ വിലപേശലാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസിംഗ് ആണ് ഈ കേന്ദ്ര-സംസ്ഥാന ബന്ധമെന്ന് പറയുന്നത്. അപ്പോ ഇതൊരു സഹകരണത്തിനുള്ള രൂപരേഖയാണോ, അതോ സംഘർഷങ്ങൾക്കുള്ള ഒരു കാരണമാണോ? സത്യത്തിൽ ഇന്ത്യയുടെ ഈ കേന്ദ്ര-സംസ്ഥാന ബന്ധമെന്ന് പറയുന്നത് അധികാരത്തെ സന്തുലിതമാക്കാനുള്ള ഒരു തുടർ പരീക്ഷണമാണ്. കാലത്തിനനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം ബാക്കി വെച്ച് നിർത്താം.